നമസ്കാരം. ചില രാശിക്കാരെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ധനപ്പെരുമഴ പെയ്യാൻ പോവുകയാണ്. ഇവർ ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേർന്ന് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും അകന്ന ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അത് ഇടവൻ രാശിക്കാർ തന്നെയാണ്. ഇടവൻ രാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. ഈ 3 നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയും. പത്തരമാറ്റുള്ള സ്വർണ്ണ ഖനികൾ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർ. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നവരാത്രി, ദുർഗാഷ്ടമി ഇതൊക്കെ ഇവരെ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുവാനുള്ള യോഗം ഉണ്ടാകുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇനിയുള്ള കാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി പൂയൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ധനാഗമനത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ്. ഇനി ഇവരുടെ സമയം തെളിയുന്നു. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു. കഷ്ടതകൾ അവസാനിക്കുന്നു. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ചോതി നക്ഷത്രം തന്നെയാണ്. ചോതിക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഒരു വീടൊക്കെ വയ്ക്കാൻ കൊതിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അതിനൊക്കെ സാധിക്കുന്നു. ദേവഗണമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇവർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്. എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, ആയില്യം നക്ഷത്രമാണ്. അസുരഗണമാണ്. അസുരഗണത്തിൽപ്പെട്ട ആയില്യം നക്ഷത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒത്തിരി നേട്ടത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയവുമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ആയില്യം നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. 2024 ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, ഏറ്റവും അധികം ഉയർച്ചയിലേക്ക് പോകുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകർ. ഇവർക്കും ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും. ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് തുണയ്ക്കട്ടെ, ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.